ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത BNP നേതാവ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ സാധാരണഗതിയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് ബംഗ ഭവനിലായിരുന്നെങ്കിൽ ഇത്തവണ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് പ്ലാസയിലായിരുന്നു. താരിഖിനെ കൂടാതെ 49 മന്ത്രിമാരാണ് സർക്കാരിലുള്ളത്. ഇതിൽ 25 പേർ ക്യാബിനറ്റ് മന്ത്രിമാരും 24 പേർ സഹമന്ത്രിമാരുമാണ്. മന്ത്രിസഭയിലെ ഒരംഗം ഹിന്ദുമതത്തിൽപ്പെട്ടയാളാണ്. BNPയുടെ മുതിർന്ന നേതാവ് കൂടിയായ നിതായ് റോയ് ചൗധരിയാണ് മന്ത്രിസഭയിലെ ഏക ഹിന്ദു. 25 മന്ത്രിമാരിൽ 17 പേർ ആദ്യമായാണ് ഈ ചുമതലയിലെത്തുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത താരിഖ് റഹ്മാന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന കത്ത് കൈമാറിയത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. താരിഖിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ബിർളയായിരുന്നു. മോദി ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പിൽ താരിഖിന്റെ പാർട്ടിയായ BNP കൈവരിച്ച വിജയത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെയും ഭാര്യയെയും മകളെയും ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BNP കൈവരിച്ച വലിയ വിജയത്തിനും ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടതിലും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ് അഭിനന്ദന കത്ത്. താരിഖിന്റെ നേതൃത്വം ബംഗ്ലാദേശിനെ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് നയിക്കുമെന്ന വിശ്വാസവും മോദി കത്തിൽ പ്രകടിപ്പിച്ചു. താരിഖ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് മോദിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം പ്രമാണിച്ച് മോദി ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.